ഹായ്, ഐ ആം ആദർശ് ഫ്രം മോട്ടോ ഡി സി. മോട്ടോ ഡി സി എന്നൊരു ഐഡിയ പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ അല്ല, വർഷങ്ങളോളം പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നതാണെന്ന് പറഞ്ഞു. മോട്ടോ ഡി സി തുടങ്ങുന്നതിന് ഈ ഒരു ഐഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് എനിക്കൊരു RX ഉണ്ട്. അപ്പോൾ ഈ RX ഉള്ളവർക്കറിയായിരിക്കും, 3 ദിവസം ഓടുമെങ്കിൽ 2 ദിവസം അത് വർക്ക്ഷോപ്പിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അവിടെയുള്ളൊരു മെക്കാനിക്കുമായിട്ട് കമ്പനി ആവുന്നു. അങ്ങനെ ഈ വണ്ടി പണിയുമ്പോൾ ഞാനും പുള്ളിയും ഒരുമിച്ചായിരിക്കാറ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പണി ചെയ്ത് വരുമ്പോൾ ഞാൻ രാവിലെ എത്തും അവിടെ. പുള്ളിയും ഞാനും കൂടെ ഒരുമിച്ചാണ് ആ വണ്ടി പണിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി അവസാനം കളിക്ക് പറഞ്ഞൊരു ഐഡിയ ആണ്, അവിടെ നിനക്ക് അത്യാവശ്യം പണിയൊക്കെ അറിയില്ല, നിനക്കൊരു കട ഇട്ടൂടെ എന്നുള്ളൊരു കാര്യം പുള്ളി കളിക്ക് പറഞ്ഞതാണ്. ഞാനും അങ്ങനെ തന്നെ എടുത്തുള്ളൂ. പിന്നെ അന്ന് വൈകുന്നേരം ഇതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അപ്പോൾ അതിലുണ്ടായിരുന്ന ബാക്കി ഫ്രണ്ട്സാണ് നമ്മുടെ അടുത്ത്, അതൊരു ഐഡിയ ആണല്ലോ, നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടെ, എന്തായാലും നമുക്ക് താല്പര്യമുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഇതിനെ പറ്റിയ ആൾക്കാരുമുണ്ട്, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞ് എനിക്കൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഓക്കെ ശരി പ്രാബല്യത്തിൽ വരുത്താം എന്നൊരു ഐഡിയ വന്നത്. അന്ന് ഒരു സ്റ്റോർ തുടങ്ങുമെന്നോ ഇത്രയും ഒരു ഫണ്ടിങ് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അന്നൊരു ഐഡിയ ഇല്ല. അന്ന് കോളേജിൽ പഠിക്കുന്നവരാണ്, ചുമ്മാ ഇരിക്കുന്ന കുറച്ച് പിള്ളേരാണ്. ആ ഒരു അനുസരിച്ച് തുടങ്ങിയ ഐഡിയ ആണ് ഇന്ന് ഇത്രയും വലിയൊരു സ്ഥാപനമായിട്ട് നമുക്ക് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ പറ്റിയത്. ഒരു ബൈക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണ്, ഒരു എയർ ഫിൽറ്ററോ ഒരു എക്സോസ്റ്റോ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ അത് നമ്മുടെ വണ്ടിയെ ഹാം ചെയ്യൂ. അതായത് ഒരു എൻജിൻ്റെ വർക്കിങ്ങിനെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫുൾ മെയിൻ്റനൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം മാർക്കറ്റിൽ ഇയേഴ്സ് ആയിട്ട് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. വിസിറ്റേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് ചേഞ്ച് ഫോർ യുവർ സെൽഫ്.